ഓക്കെ, കേൾക്കാമോ? കൃഷിയോടനുബന്ധിച്ചുള്ള എല്ലാ കാര്യങ്ങളും ഗവേഷണമായാലും വിജ്ഞാന വ്യാപനമായാലും ചെയ്യുന്നത് കേരളത്തിലെ സംബന്ധിച്ച് കേരള കാർഷിക സർവകലാശാലയാണ്. കേന്ദ്ര സർക്കാരിന് വരുമ്പോഴാണ് ICAR-ന്റെ കീഴിൽ പല കാര്യങ്ങളും വരുന്നുണ്ട്. അപ്പം കേരള കാർഷിക സർവകലാശാലയിൽ നമ്മൾ മെയിൻ ആയിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് ഒന്ന് അധ്യാപനം, വിദ്യാഭ്യാസം. കുട്ടികളെ, കാരണം ഇനിയുള്ള കാര്യങ്ങളും നമ്മളൊക്കെ പോയി കഴിഞ്ഞാൽ കുട്ടികൾ അഗ്രികൾച്ചർ ഗ്രാജുവേറ്റ്സ് ആയിട്ട് വന്നാലല്ലേ ഈ ഒരു സിസ്റ്റം മുന്നോട്ട് പോകുള്ളൂ. അപ്പൊ വിദ്യാഭ്യാസം എന്നുള്ളതാണ് ഏറ്റവും ആദ്യത്തെ ഞങ്ങളുടെ മാൻഡേറ്റ്. രണ്ടാമത്തത് ഗവേഷണം. അപ്പൊ നമ്മൾ പുതിയ ഇനങ്ങളും പുതിയ കാർഷിക രീതികളും പുതിയ പറ്റുന്ന രീതിയിൽ, എപ്പോഴും പഴയത് തന്നെ ചെയ്യാൻ പറ്റില്ലല്ലോ, കുറച്ചും കൂടെ പുതുമയോടുകൂടി. ഇപ്പൊ വളങ്ങളായാലും പണ്ടേ നമ്മൾ യൂറിയ രാജ്ഫോസിപ്പിക്കുന്നത്, എന്നാൽ അതിനെക്കാട്ടിലും മെച്ചപ്പെട്ടത്, പ്രകൃതിക്ക് ദോഷം വരാതെ, പാരിസ്ഥിതിക പ്രശ്നം ഒന്നിൽ പോവാതെ പുതിയതായിട്ടുള്ള കണ്ടുപിടുത്തങ്ങൾ, ആ ഒരു ഭാഗമാണ് ഗവേഷണം. ഇപ്പൊ വിദ്യാഭ്യാസമായി ഗവേഷണമായി, ഇത് ഗവേഷണം ചെയ്ത് ഗവേഷണ സ്ഥാപനങ്ങളിൽ ഇരുന്നാൽ പറ്റില്ലല്ലോ, ഇത് കർഷകരിലേക്കും ഇത് ആവശ്യമുള്ള ആളുകളിലേക്കും എത്തണ്ടേ. അതാണ് വിജ്ഞാന വ്യാപനം. അവിടെയാണ് കൃഷി വിജ്ഞാന കേന്ദ്രത്തിന്റെ ഏറ്റവും വലിയ പ്രാധാന്യം വരുന്നത്. ഇപ്പൊ കൃഷി വിജ്ഞാന കേന്ദ്രം നമ്മുടെ സംസ്ഥാനത്ത് കാർഷിക കോളേജ് അമ്പലവയല്, കാർഷിക കോളേജ് പഠനക്കാട്. ഇത് കൂടാതെ എഞ്ചിനീയറിംഗിന്, കൃഷി മെഷീനറിയുടെ ഇതിന് വേണ്ടി എഞ്ചിനീയറിംഗ്, ഫുഡ് പ്രോസസിംഗ് അങ്ങനെയുള്ളത് കേളപ്പജി കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി എന്ന് പറഞ്ഞ് തവനൂർ ഒരു കോളേജ് ഉണ്ട്. അതുകൂടാതെ ഫോറസ്ട്രി കോളേജ്, വന ഗവേഷണം, അതിനോടനുബന്ധിച്ച് ഫോറസ്ട്രി കോളേജ് തൃശ്ശൂരുണ്ട്. കോർപ്പറേഷൻ ആൻഡ് ബാങ്കിങ് സെക്ടർ, മാർക്കറ്റിംഗ്, ബാങ്കിങ് ഒക്കെ വരുമ്പോഴത്തേക്ക് അപ്പൊ അതിനുള്ള കോഴ്സിനുള്ള കോളേജ് ഓഫ് കോർപ്പറേഷൻ ബാങ്കിങ് തൃശ്ശൂരുണ്ട്. ഇത് കൂടാതെ ഈ RIRS എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞ പ്രാദേശിക കാർഷിക ഗവേഷണ കേന്ദ്രമാണ്. കഴിഞ്ഞ 2022 മുതൽ ഇവിടെയും നമ്മൾ BSc അഗ്രികൾച്ചർ കോഴ്സ് തുടങ്ങിയിട്ടുണ്ട്. നമ്മള് എൻട്രൻസ് എഴുതി വരുന്ന കുട്ടികൾക്ക്. പക്ഷെ ഇവിടുത്തെ ഒരു വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഒരു ഹയർ ഫീ കോസ്റ്റിലാണ്. മറ്റത് ഗവൺമെന്റ് സീറ്റ് തന്നെയാണ്, ഫീസ് അധികം ഇല്ലാതെ. ഇവിടെ പക്ഷെ നമുക്ക് ഗവൺമെന്റ് ഫുള്ളി സപ്പോർട്ടഡ് അല്ല. അപ്പൊ അതുകൊണ്ട് ഒരു ഹയർ ഫീ കോസ്റ്റിലേക്ക്, ആ ഒരു കൺസെപ്റ്റിലേക്ക് വരാൻ കാരണം നമ്മുടെ കുട്ടികൾ പലർക്കും ഈ നീറ്റ് എക്സാമും CUT ഒക്കെ എഴുതിയിട്ട് കിട്ടാതെ വരുമ്പോൾ പലർക്കും പുറത്തോട്ട് പോയി പഠിക്കുന്നു. കാശ്മീർ തൊട്ട് തമിഴ്നാട്ടിലൊക്കെ ഒത്തിരി കുറേ കോളേജസ് ഉണ്ട്. പക്ഷെ അവിടുന്ന് വരുന്ന കുട്ടികൾ നമ്മളിവിടെ പലപ്പോഴും ഇന്റർവ്യൂ ഒക്കെ നടത്തുമ്പം അവിടുത്തെ കാര്യങ്ങൾ പഠിച്ചിട്ടാണ് വരുന്നത്. അപ്പൊ നമ്മൾ പിന്നെ വർക്ക് ചെയ്യാനുള്ളത് കേരളത്തിലാണ്. അപ്പൊ നമ്മുടെ സാധാരണ വിളകളെ കുറിച്ചും അങ്ങനെ ഒരു ഇത് വരുന്നില്ല. അപ്പൊ ഇത്രയും പൈസ മുടക്കി അവർ അവിടെ പോകുന്നതിലും നല്ലത് കേരളത്തിൽ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ അത് കുറച്ചും കൂടെ നല്ലതല്ലേ, നമ്മുടെ കൃഷി രീതികളും കാർഷിക രീതി. അപ്പൊ അങ്ങനെ നോക്കിയപ്പോ കുട്ടനാടിനെ സംബന്ധിച്ച് കേരളത്തിന്റെ കൃഷിയുടെ ഏറ്റവും അടിത്തറ എന്ന് പറയുന്നത് കുട്ടനാടല്ലേ. അപ്പൊ കുട്ടനാട് തന്നെ അങ്ങനെ ഒരു കോഴ്സ് തുടങ്ങിയാൽ നല്ലതല്ലേ എന്നുള്ളൊരാശയത്തിന് 2022 മുതൽ 2023 മുതൽ BSc അഗ്രികൾച്ചർ കോഴ്സ് ഇവിടെ നടക്കുന്നുണ്ട്. BSc അഗ്രി ഇപ്പൊ 2 ബാച്ച് ഓൺഗോയിങ് ആണ്. ഈ 23 തുടങ്ങി, ഫീസ് കൂടുതൽ. അപ്പം ഈ വർഷം മുതൽ ഇപ്പം ഈ ഒക്ടോബർ ആകുമ്പോഴത്തേക്ക് ഈ വർഷത്തെ നീറ്റ് എക്സാം എഴുതിയ കുട്ടികൾക്കും നമുക്ക് ഇവിടേക്ക് അപ്ലൈ ചെയ്യാം. പക്ഷെ അതിനൊരു വ്യത്യാസം എന്ന് പറഞ്ഞാൽ എൻട്രൻസ് കമ്മീഷണർ വഴിയല്ല വരുന്നത്.
നിങ്ങൾക്ക് ആർക്കെങ്കിലും BSc അഗ്രികൾച്ചറും നോർമൽ നീറ്റോ CUT എഴുതി കിട്ടിയില്ലായിട്ടുണ്ടെങ്കിൽ ആ എക്സാം ക്വാളിഫൈ ചെയ്യണമെന്ന് മാത്രമാണ് ഞങ്ങളുടെ മാനദണ്ഡം. കേരള കാർഷിക സർവകലാശാലയുടെ വെബ്സൈറ്റിൽ നോട്ടിഫിക്കേഷൻ വരും. RARS കുമരകത്തേക്ക് BSc അഗ്രികൾച്ചറിന്റെ കോഴ്സ് വിളിച്ചുകൊണ്ട് 40 സീറ്റ്. അപ്പൊ ആ നോട്ടിഫിക്കേഷൻ വരുമ്പം നിങ്ങൾക്ക് അതിനകത്ത് അപ്ലൈ ചെയ്യാം. നീറ്റ് വഴി എൻട്രൻസ് കമ്മീഷണർ വഴി ഇവിടെ അഡ്മിഷൻ ഇല്ല. ഈ കേരള കാർഷിക സർവകലാശാലയുടെ വെബ്സൈറ്റിൽ വരുമ്പം ആ നോട്ടിഫിക്കേഷൻ മിക്കവാറും ജൂൺ പകുതിയോടാകുമ്പോഴത്തേക്ക് നോട്ടിഫിക്കേഷൻ ആവും. ആ നോട്ടിഫിക്കേഷനിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം, കുട്ടികൾക്ക് അപ്ലൈ ചെയ്യാം. പക്ഷെ അവിടുത്തെ ഒരു ക്രൈറ്റീരിയ എന്ന് പറഞ്ഞാൽ നിങ്ങൾ നീറ്റ് ക്വാളിഫൈ ചെയ്തിരിക്കണം. CUT ഇതിലേതെങ്കിലും നീറ്റോ അല്ലെങ്കിൽ CUT, കാരണം നമ്മളിവിടെ പരീക്ഷ ഒന്നും നടത്തുന്നില്ല. ഇപ്പൊ നീറ്റ് എക്സാം ക്വാളിഫൈ ചെയ്തിരിക്കണം, CUT ക്വാളിഫൈ ചെയ്തിരിക്കണം, അല്ലെങ്കിൽ CUT ഏതെങ്കിലും ഒന്നാണ് വരുന്നത്. എന്നിട്ട് ഇതിനകത്ത് ഇവിടെ അപ്ലൈ ചെയ്യുന്നവരുടെ റാങ്ക് ലിസ്റ്റ് നമ്മൾ ഇടും. ആ റാങ്ക് ലിസ്റ്റിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് ഈ നീറ്റ് കീം റാങ്കോ അല്ലെങ്കിൽ CUT ആയിരിക്കും. ഇവിടെ അപ്ലൈ ചെയ്തിപ്പം 40 സീറ്റാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഇപ്പൊ നമ്മൾ 70 പിള്ളേർ അപ്ലൈ ചെയ്തു എന്ന് വെച്ചു, 70 കുട്ടികൾ അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ 70 കുട്ടികളെ നമ്മൾ ഇവിടെ ലിസ്റ്റ് ഇടും CUT അല്ലെങ്കിൽ നീറ്റ് കീം റാങ്കിന്റെ അടിസ്ഥാനത്തിൽ. ഇപ്പൊ പറഞ്ഞാൽ അവിടെ നമുക്ക് ചിലപ്പോൾ 10,000 ആയിരിക്കും റാങ്ക്, നീറ്റ് കീമിൽ 10,000 ആയിരിക്കും. പക്ഷെ ഇവിടെ 10,000-ന് താഴെയുള്ള റാങ്ക് ഉള്ള കുട്ടികൾ അപ്ലൈ ചെയ്തിട്ടില്ല എങ്കിൽ ഈ കുട്ടിക്കായിരിക്കും ഫസ്റ്റ് റാങ്ക് വരുന്നത്. അപ്പം ഇവിടേക്ക് നമ്മൾ സെപ്പറേറ്റ് എക്സാം നടത്തുന്നില്ല. ഫീസ് പാറ്റേൺ ഒരിച്ചിരി വ്യത്യാസമുണ്ട്. കോഷൻ ഡെപ്പോസിറ്റ് 2 lakhs അത് നിങ്ങൾക്ക് പഠിത്തം കഴിയുമ്പോൾ തിരിച്ചു തരും. ഒരു സെമിസ്റ്റർ ഫീ 1 lakh വെച്ചിട്ടാണ്, 1 ലക്ഷം. അപ്പോൾ ടോട്ടൽ 2 + 8 10 ലക്ഷമാണ് വരുന്നത്. ആ 2 ലക്ഷം രൂപ നിങ്ങൾക്ക് തിരിച്ചു തരും. അതാണ് ഇപ്പോഴത്തെ ഈ ഒരു ഫീ പാറ്റേൺ നമ്മുടെ ഇവിടെ BSc കോഴ്സ് നടക്കുന്നത്. ഇപ്പൊ 2 ബാച്ച് ഇപ്പൊ കറണ്ട് ആണ്, ഓൺഗോയിങ് ആണ്. ഈ വർഷം ആകുമ്പോഴത്തേക്ക് 3ാമത്തെ ബാച്ച് അഡ്മിഷൻ. അപ്പം പ്രാദേശിക കാർഷിക ഗവേഷണ കേന്ദ്രത്തിൽ ഗവേഷണം കൂടാതെ ഇപ്പൊ അധ്യാപനവും അതോടൊപ്പം വിജ്ഞാന വ്യാപനവും KVK ചേർന്ന് വിജ്ഞാന വ്യാപനവും ഞങ്ങൾ ചെയ്തു വരുന്നുണ്ട്. ഇപ്പൊ ഈ പറയുന്ന പോലെ ട്രെയിനിങ്സും ബാക്കി കാര്യങ്ങളൊക്കെ ഇവിടെ നടക്കാറുണ്ട്. പിന്നെ ഇവിടേക്ക് വരുമ്പോൾ പ്രാദേശിക കാർഷിക ഗവേഷണം എന്ന് പറഞ്ഞാൽ കേരള കാർഷിക സർവകലാശാല ഏകദേശം ഒരു 23 ഗവേഷണ കേന്ദ്രങ്ങളുണ്ട് പല ജില്ലയിലായിട്ട്, തിരുവനന്തപുരം തൊട്ട് കാസർഗോഡ് വരെ. അതില് 5 എണ്ണം പ്രാദേശിക ഗവേഷണ കേന്ദ്രങ്ങളാണ്, അതായത് റീജിയണൽ. ഇപ്പൊ നമ്മൾ നെല്ല് ഗവേഷണ കേന്ദ്രം എന്ന് പറയുമ്പോൾ അത് ആ സ്ഥലത്തെ മാത്രം കേന്ദ്രീകരിച്ചാണ്. പ്രാദേശികം എന്ന് പറയുമ്പോൾ ഇതിന്റെ കീഴിൽ ഒരു 4-5 സ്റ്റേഷൻസ് കാണും. ഇപ്പൊ വൈറ്റില്ല, മങ്കൊമ്പ്, ഓണാട്ടുകര, കായംകുളം, തിരുവല്ല, ഇവിടുത്തെ സ്റ്റേഷൻ, ഈ 5 സ്റ്റേഷൻസും കൂടെ ചേർന്നാണ് ഈ പ്രാദേശിക കാർഷിക ഗവേഷണ കേന്ദ്രമായിട്ട്. അപ്പൊ ഒരു പ്രാദേശികമായിട്ടാണ് ഇവിടെ കാര്യങ്ങൾ നടക്കുന്നത്. മറ്റതെല്ലാം പാമ്പാടും പാറ ചെന്ന് കഴിഞ്ഞാൽ അവിടെ സെപ്പറേറ്റ് ഏലത്തിന്റെ കാർഡമം റിസർച്ച്, ഏലത്തിന്റെ പ്രത്യേക ഗവേഷണ കേന്ദ്രമാണ്. അങ്ങനെ ഇൻഡിവിജ്വൽസ് ആയിട്ടുണ്ട്. അപ്പൊ ടോട്ടൽ 23 ഗവേഷണ കേന്ദ്രവും നേരത്തെ ഞാൻ പറഞ്ഞ പോലെ 7 കൃഷി വിജ്ഞാന കേന്ദ്രം കേരള കാർഷിക സർവകലാശാലയുടെ കീഴിൽ, കോളേജുകളും ഞാൻ പറഞ്ഞു 4 + 2 + 3 + ഇത് 1 കൂടെ 5 കോളേജുകളുണ്ട്. പിന്നെ അല്ലാതെ ഡിപ്ലോമ കോഴ്സസ് ഒക്കെ പല, ഇപ്പം ഓണാട്ടുകര കായംകുളത്തുള്ള റിസർച്ച് സ്റ്റേഷന് ഡിപ്ലോമ ഇൻ അഗ്രികൾച്ചർ എന്ന് പറഞ്ഞ പുതിയ കോഴ്സ് തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ പല ഡിപ്ലോമ കോഴ്സസ് അഗ്രികൾച്ചറിന്റെ എഡ്യൂക്കേഷൻ ഈ ഒരു BSc മെയിൻ ക്യാമ്പസിലേക്ക് ലിമിറ്റ് ചെയ്യാതെ എല്ലാ ജില്ലയിലും വരത്തക്ക വിധത്തിൽ പല കോഴ്സുകളും തുടങ്ങിയിട്ടുണ്ട്. അപ്പം ആർക്കെങ്കിലും ഇതിൽ മുന്നോട്ട് പോകണം എന്ന് കുട്ടികൾക്കൊക്കെ താല്പര്യമുള്ളവരാണെങ്കിൽ ഈ കേരള കാർഷിക സർവകലാശാലയുടെ വെബ്സൈറ്റിൽ നോക്കിയാൽ കോഴ്സസിന്റെ മറ്റു കാര്യങ്ങളും ഡീറ്റെയിൽസ് അറിയാം. ഇനി നമ്മുടെ ഈ പ്രാദേശിക കാർഷിക ഗവേഷണത്തിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ഊന്നൽ കൊടുക്കുന്നത് സംയോജിത കൃഷിക്കാണ്. മെയിൻ ഞങ്ങളുടെ നെല്ലാണ്. കുട്ടനാട് ആ ഭാഗമാണ്, കാരണം മഴ പെയ്ത വെള്ളം പോകും, കൃഷിയിൽ കുറെ ഇതുണ്ടല്ലോ. അപ്പൊ നെല്ലാണ്. പക്ഷെ നെല്ലിനെ മാത്രം കേന്ദ്രീകരിക്കുക, അതൊരു സംയോജിത കൃഷി രീതി. കാരണം ഇവിടെ ഏറ്റവും കുമരകം എന്ന് പറയുമ്പോൾ കരിമീനാണ് ഏറ്റവും ഫേമസ്. കുമരകം കരിമീൻ എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞ ഒരു പേറ്റന്റ് ഉള്ള ഒരു ജിയോ ടാഗ് ഉള്ള ഒരു സാധനമാണ്. അപ്പം ഓരോ പ്രാവശ്യവും നമുക്ക് ഈ പറഞ്ഞ പോലെ നെല്ല് കഴിഞ്ഞ് നമുക്ക് മീൻ കൃഷി ചെയ്യാൻ പറ്റുന്ന രീതിയിൽ കാരണം ഇവിടുത്തെ മഴയും സാഹചര്യം അനുസരിച്ച് നമുക്കൊരു പുഞ്ചേ എടുക്കാൻ പറ്റുള്ളൂ. ചില സമയത്ത് ഒരു അഡീഷണൽ ക്രോപ്പും കൂടെ എടുക്കും. അപ്പം സംയോജിത കൃഷി രീതികൾക്കാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ഊന്നൽ കൊടുക്കുന്നത്. അതുകൂടാതെ നമ്മുടെ ഇത് പച്ചക്കറി ആയാലും കിഴങ്ങായാലും, കിഴങ്ങ് വർഗ്ഗ വിളകളൊക്കെ നമുക്ക് മരിച്ചീനൊക്കെയാണ് നമുക്കൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇവിടെ വെള്ളം കയറും. ഇനിയിപ്പോ മഴ തുടങ്ങി, അത് കഴിഞ്ഞ് വേനലാകുമ്പോഴത്തേക്ക് ഉപ്പുവെള്ളം കയറും. അപ്പൊ ഒരു 4 മാസം 5 മാസം കൊണ്ട് വിളവെടുക്കാവുന്ന ക്രോപ്പാണെങ്കിൽ ഞങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടും ഇല്ല. പക്ഷെ മരിച്ചീനയൊക്കെ ആകുമ്പോൾ നമ്മൾ പ്ലാൻ ചെയ്ത് വേണം നടാനായിട്ട്. കാരണം കിഴങ്ങായി വരുന്ന സമയത്ത് ഊറ്റുവെള്ളം കയറുകയോ, കാരണം ഇപ്പൊ നിങ്ങൾ അങ്ങോട്ട് നടന്നു പോകുമ്പോൾ പറയും മൊത്തം ചതുപ്പാ. ഇപ്പൊ ഇത് ഈ ഹോൾ ഏരിയ നമ്മുടെ അവിടത്തേലൊക്കെ വ്യത്യാസം തന്നെ. ഇപ്പൊ ഇതിപ്പം നിങ്ങൾ തറലാണ്ട് ഇപ്പൊ നിങ്ങളെ കയറി വന്നപ്പോ കണ്ടാണ് ഒരു ചാലായിരുന്നു, താമരയൊക്കെ കിടക്കുന്നുണ്ടില്ലേ, ആ ചാല് കഴിഞ്ഞ് പിന്നെ ഒരു ബണ്ട്, അടുത്തത് ചാല. ഇവിടെ നിന്ന് നോക്കുമ്പോൾ പുല്ലൊക്കെ കിടക്കുമ്പോൾ നമ്മുടെ വിചാരം അവിടെ തറയാന്നാണ് വിചാരം, അല്ല അവിടെ ചാലാണ്.
ഇവിടെ എല്ലാം സിസ്റ്റം അങ്ങനെയാണ്. ഒരു ബണ്ട് കഴിഞ്ഞാൽ ചാല് ബണ്ട്. അപ്പൊ നമ്മുടെ കൃഷിയെല്ലാം ഈ ബണ്ടുകളിലേ പറ്റുള്ളൂ. അപ്പൊ സ്ഥലപരിമിതി, കുട്ടനാട് എന്ന് പറയുന്ന ആ പ്രശ്നങ്ങളെല്ലാം ഉള്ളൊരു, നിങ്ങളുടെ അവിടെ പത്തനംതിട്ടയിൽ അപ്പുറം കുട്ടനാടൊക്കെ ഉള്ളതുപോലെ തന്നെ ഇവിടെയും പ്രശ്നങ്ങൾ ഒരു സാഹചര്യമാണ്. അപ്പൊ നമുക്ക് ഈ വാഴ, മരിച്ചീനി ഇങ്ങനെയുള്ള കൃഷിയെല്ലാം നമുക്ക് ഈ ബണ്ടുകൾ, പച്ചക്കറിയൊക്കെ ബണ്ടുകളിലേ ചെയ്യാൻ പറ്റുള്ളൂ. അത് ഞാൻ പറഞ്ഞ നെല്ലാണ് ഞങ്ങളുടെ മെയിൻ ക്രോപ്പ്. അതുകൂടാതെ ആട് വളർത്തല്, കോഴി, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഉണ്ട്. ഈ വെള്ളം ഉള്ളതുകൊണ്ട് ഞങ്ങൾക്ക് ഇതുപോലെ താമര അങ്ങനെയുള്ള കുറച്ചും കൂടെ എന്താ പറയുന്നത്, ഞങ്ങളുടെ സിസ്റ്റത്തിൽ അനുയോജ്യമായ വിളകളെ കുറച്ചും കൂടെ ചെയ്യാൻ പറ്റും. അപ്പൊ അത് കൂടാതെ നമ്മളിപ്പോ ബാക്കി എല്ലാ സ്റ്റേഷൻസിലും ഉള്ളതുപോലെ വിത്തുൽപാദനം, മണ്ണ് പരിശോധന, മണ്ണും കൂടാതെ വെള്ളത്തിന്റെ പരിശോധന, പിന്നെ ഒരെണ്ണം പെസ്റ്റിസൈഡ് റെസിഡി. ഇപ്പൊ നിങ്ങൾ കീടനാശിനിയുടെ അവശിഷ്ടങ്ങൾ, ഇപ്പൊ കഴിഞ്ഞ ദിവസം ഒരു ന്യൂസ് വന്നല്ലോ, ഭയങ്കരമായിട്ട് കൂടുതലാണ് പച്ചക്കറിയിലൊക്കെ എന്ന് പറഞ്ഞുകൊണ്ട്. അപ്പൊ അതിന്റെ ഒരു ടെസ്റ്റിംഗ് ലാബ് നമുക്ക് ഇവിടെ ഉണ്ട്, പെസ്റ്റിസൈഡ് റെസിഡ്യൂ ലാബ്. മണ്ണ്, വെള്ളം, പച്ചക്കറി, ഫ്രൂട്ട് സാമ്പിൾ നമ്മൾ മാർക്കറ്റിൽ നിന്നൊക്കെ കളക്ട് ചെയ്തുകൊണ്ട് വന്നിട്ട് നമുക്ക് അതിലെ വിഷാവശിഷ്ടങ്ങൾ പരിശോധിക്കുന്ന ഒരു സിസ്റ്റം നമുക്ക് ഇവിടെ ഉണ്ട്. അവിടേക്ക് നിങ്ങളെ കൊണ്ടുപോകും. നിങ്ങൾ ജസ്റ്റ് ഒന്ന് ജനറലായിട്ട് ടീച്ചർ കാണിക്കും. കാരണം ബാക്കി വിത്തുൽപാദനമൊക്കെ നിങ്ങൾ സൂഡോമോണാസ് ഉൽപാദനമൊക്കെ KVKയിലൊക്കെ തന്നെ ഉള്ള കാര്യങ്ങളാണ്. അപ്പൊ അത് റെപ്പിറ്റേഷൻ വരാതെ കുറച്ച് വ്യത്യാസം. ഇവിടുത്തെ വ്യത്യാസം ഞാൻ ആദ്യം പറഞ്ഞ പോലെ മീൻ കൃഷിയാണ്, മത്സ്യകൃഷിയാണ് ഞങ്ങളുടെ ഒരു ഏറ്റവും അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു ഫീച്ചർ. അതിന്റെ ഒരു അക്വേറിയം നമുക്ക് ഇവിടെ ഉണ്ട്. അക്വേറിയം കാണിച്ച് ജസ്റ്റ് ഒരു ക്ലാസ് എന്നുള്ള രീതിയിൽ ഞങ്ങൾ കേന്ദ്രീകരിക്കുന്നില്ല. കാരണം ഇത്ര യാത്രയൊക്കെ കഴിഞ്ഞ് ഇനി ഒരു തിയറി കേൾക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ എല്ലാ ദിവസവും തിയറി അല്ലേ നടക്കുന്നത്. അപ്പൊ കുറച്ചും കൂടെ പ്രാക്ടിക്കൽ ആയിട്ടുള്ള കാര്യങ്ങൾ ചെറിയ രീതിയിൽ പറഞ്ഞു തരാനാണ് ഉദ്ദേശിക്കുന്നത്. അതുകൂടാതെ ഇപ്പം വെതർ ഫോർകാസ്റ്റ്, എന്താ പറയുന്നത്, വെതർ അഡ്വൈസറീസ്, കാലാവസ്ഥ അടിസ്ഥാനമായിട്ടുള്ള മെറ്ററോളജി സെക്ഷനിൽ ബുള്ളറ്റിൻ, അതായത് അടുത്ത 5 ദിവസത്തേക്ക് ഇത്രയായിരിക്കും മഴ, ഇത്രയായിരിക്കും ചൂട് കൂടുതലായിരിക്കും, അപ്പൊ അതനുസരിച്ച് നിങ്ങളുടെ കൃഷിപ്പണികൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, അങ്ങനെയുള്ള ബുള്ളറ്റിൻസ്, അങ്ങനെയുള്ള നോർമൽ എല്ലാ കേന്ദ്രങ്ങളിലും നടക്കുന്ന വർക്കുകൾ ഇവിടെ നടക്കുന്നുണ്ട്. അപ്പം നമ്മൾ ഒരു ഡിഫറൻസ് ആയിട്ട് എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റും ഈ ബയോപെസ്റ്റിസൈഡ് റെസിഡ്യൂ ലാബും. അതിനകത്ത് ലാബിന്റെ കാര്യങ്ങളല്ല, നിങ്ങൾക്ക് പെസ്റ്റിസൈഡ് റെസിഡ്യൂസ് എത്ര വിഷാവശിഷ്ടങ്ങളുണ്ട്. കാരണം കഴിഞ്ഞ ദിവസം ഒരു മീറ്റിംഗ് നടത്തിയപ്പോഴും അവർക്ക് അങ്ങോട്ട് വിശ്വാസമാവുന്നില്ല. നമ്മൾ ജനറലായിട്ട് നമുക്ക് പറയാം വളരെ കൂടുതലാണ്, പക്ഷെ ഞങ്ങൾ പറയുമ്പോൾ ഗവേഷണം ചെയ്തിട്ട് നമുക്ക് പറയണം ഇത്ര കൂടുതലാണ്, അല്ലാതെ എല്ലാം കൂടുതലല്ല. ചിലപ്പോൾ എല്ലാത്തിനും ആ വിഷം കാണത്തില്ല. ചില ഫ്രൂട്ട്സിലേ കാണുള്ളൂ, അല്ലെങ്കിൽ ചില പച്ചക്കറികളിലേ അത് കാണുള്ളൂ. എല്ലാത്തിലും ഒരുപോലെ കാണണമെന്നില്ല. അപ്പൊ ഒരു ഓതന്റിക് ഡേറ്റ നമുക്ക് കൊടുക്കണം. അതാണ് നമ്മുടെ ഈ ലാബിന്റെ തന്നെ മെയിൻ ഉദ്ദേശം. അതുകൂടാതെ നിങ്ങൾക്ക് ആ ഫിഷിന്റെ ആ ഭാഗം കൂടെ കാണിച്ചു തരും. ഓക്കെ. അപ്പൊ എന്തായാലും എല്ലാവരും, എന്റെ പേര് ഡോക്ടർ ഷീബ റിബേക്ക, ഇവിടുത്തെ പേര് എഴുതേണ്ടത് മാഡത്തിന്റെ പേരവ പറഞ്ഞതല്ലേ, ഡോക്ടർ ഷീബ റിബേക്ക ഐസക്, അസോസിയേറ്റ്. പള്ളക്കാട് കോളേജിൽ ഒന്നിച്ച് വർക്ക് ചെയ്തു. ജ്യോതി പറഞ്ഞതുപോലെ എന്റെ സീനിയർ ആണ്, എന്റെ കുട്ടിയെ ഒരുമിച്ച് പഠിച്ചത്. ഇതിനൊക്കെ ഒരു പിന്നീടാണ് വന്നത്. പിന്നെ മാഡം പറഞ്ഞ കേരള അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയുടെ ഏതൊക്കെ സ്ഥാപനങ്ങളുണ്ടെന്നൊക്കെ മനസ്സിലായത്. നിങ്ങളുടെ നോട്ടിൽ വേണം. പ്രാദേശിക ഗവേഷണ കേന്ദ്രത്തിലെ കാര്യങ്ങൾ പറഞ്ഞു, കോളേജുകളുടെ കാര്യം പറഞ്ഞു, 3 കോളേജുകളുടെ കാര്യം പറഞ്ഞു, ഇവിടുത്തെ കോളേജിന്റെ കാര്യം പറഞ്ഞു. ഈ കാര്യങ്ങളെല്ലാം വേണം. ഇത് റെക്കോർഡ് ചെയ്തിട്ടുണ്ട്, നിങ്ങളുടെ ഗ്രൂപ്പിൽ ഇട്ടേക്കാം. ഈ റെക്കോർഡിംഗ് നിങ്ങൾ ഗ്രൂപ്പിൽ ഇട്ടേക്കാം. നമസ്കാരം മാഡം. നമസ്കാരം. എല്ലാവരും എത്തിയോ? ഓക്കെ, കുറച്ചുപേര് ഇപ്പുറത്തോട്ടൂടെ വരാം.
പ്രാദേശിക കാർഷിക ഗവേഷണ കേന്ദ്രത്തിന്റെ പെസ്റ്റിസൈഡ് റെസിഡ്യൂ റിസർച്ച് ആൻഡ് അനലിറ്റിക്കൽ ലാബ്. കീടനാശിനി അവശിഷ്ട വിഷാംശത്തെ കുറിച്ച് ഗവേഷണങ്ങളും അതിന്റെ ഭാഗമായിട്ടുള്ള പ്രവർത്തനങ്ങളും നടക്കുന്ന ലാബാണ് നമ്മുടെ ഇവിടെ. അപ്പം നമ്മുടെ ഇതിൽ 2 പ്രോജക്റ്റുകൾ നമ്മൾ സ്ഥിരമായിട്ട് ചെയ്യുന്നുണ്ട്. ഒന്നെന്ന് പറയുന്നത് എല്ലാ മാസവും പത്തനംതിട്ട, ഇടുക്കി, എറണാകുളം പത്തനംതിട്ട, ഇടുക്കി, കോട്ടയം 3 ജില്ലകളിൽ നിന്നുള്ള പച്ചക്കറി, പഴങ്ങൾ സാമ്പിളുകൾ ശേഖരിക്കും. അത് നമ്മൾ കർഷകരുടെ കൃഷിയിടങ്ങളിൽ നിന്ന് എടുക്കും, എക്കോ ഷോപ്പിൽ നിന്ന് എടുക്കും, മാർക്കറ്റിൽ നിന്ന് എടുക്കും. എന്നിട്ട് അത് എല്ലാ മാസവും വ്യത്യസ്തമായിട്ട് ഈ ഇൻസ്ട്രുമെന്റ്സിൽ നമ്മൾ പരിശോധിച്ച് നോക്കിയിട്ട് അതിൻ്റെ അകത്ത് എത്രമാത്രം കീടനാശിനി അവശിഷ്ടമുണ്ട് എന്നുള്ള പഠനമാണ് നടത്തുന്നത്. അപ്പൊ നമ്മൾ പച്ചക്കറികളും പഴങ്ങളും ഒക്കെ ചെയ്യുമ്പോൾ നിങ്ങൾക്കെല്ലാം അറിയാവുന്ന പോലെ തന്നെ മിക്കപ്പോഴും പല കീടനാശിനിയുടെ അവശിഷ്ട വിഷാംശവും കിട്ടും. അപ്പൊ ഇതിൽ തിരുവനന്തപുരത്തുള്ള ലാബിൽ നിന്ന് കിട്ടുന്ന റിസൾട്ടുകൾ നമ്മുടെ ഗവൺമെന്റിന്റെ സൈറ്റിൽ തന്നെ ലഭ്യമാണ്. അപ്പൊ നമ്മൾ ഉപയോഗിച്ച് വരുന്ന മിക്ക കീടനാശിനികളും ജലകുമലനാശിനികളും ഒക്കെ നമുക്ക് ഇതിൽ അവശിഷ്ടം ആയിട്ട് കിട്ടുന്നുണ്ട്. ഇതുകൂടാതെ നമ്മൾ കുട്ടനാടൻ പരിസ്ഥിതി മേഖലകളിൽ നിന്നുള്ള ജലം, മണ്ണ് സാമ്പിളുകൾ പാടശേഖരങ്ങളിൽ നിന്നൊക്കെ ഉള്ളത് എടുത്തിട്ട്, അതുപോലെ വേമ്പനാട്ട് കായലിൽ നിന്നുള്ള ജലം, സെഡിമെന്റ് ഇവയൊക്കെ ശേഖരിച്ചിട്ട് അതിലെ എത്രമാത്രം കീടനാശിനി അവശിഷ്ടമുണ്ട്. റാൻഡമായിട്ട് നമ്മൾ ഇടയ്ക്ക് മീനിന്റെ സാമ്പിളും എടുക്കും, കക്ക, മീനിന്റെ സാമ്പിളുകളൊക്കെ എടുത്തിട്ട് അതിൽ എത്രമാത്രം കീടനാശിനി അവശിഷ്ട വിഷാംശം ഉണ്ടെന്ന്. 2018 വെള്ളപ്പൊക്കത്തിന് മുന്നേയൊക്കെ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് റാൻഡമായിട്ട് കിട്ടുന്നുണ്ടായിരുന്നു. 18-ന് ശേഷം നമുക്ക് അത്രയും ഇത് കിട്ടുന്നില്ല, കീടനാശിനി അവശിഷ്ടമാണ് ഉണ്ടാകുന്നത്. അപ്പൊ അതിന് ഉപയോഗിക്കുന്ന ഒരു ഇൻസ്ട്രുമെന്റ് ആണ് GCMS, ഗ്യാസ് ക്രൊമറ്റോഗ്രാഫ് മാസ് സ്പെക്ട്രോമെട്രി എന്ന് പറയും. അപ്പൊ ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് കൂടുതൽ ഗ്രാഹ്യമില്ല. എന്നാലും നമ്മൾ പച്ചക്കറിയൊക്കെ അരച്ചെടുത്ത് അതിൽ ഈ കളറൊക്കെ ഉണ്ടല്ലോ, പച്ച കളർ, അതെല്ലാം അങ്ങനത്തെ ഇതുമായിട്ട് ഇന്റർവ്യൂ ചെയ്യുന്ന കമ്പോണൻസ് എല്ലാം മാറ്റിയതിന് ശേഷം ഒരു ഓർഗാനിക് സോൾവെന്റ്സിലേക്ക് ഇതിനെ കൊണ്ടുവന്ന് കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് നമ്മൾ ഇവിടെ ഓട്ടോ ഇൻഡക്ടർ വഴി ഫീഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അത് ഫീഡ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഇതിനെ കുറിച്ചുള്ള കൃത്യമായ ഗ്രാഹ്യം കിട്ടും. അതിന്റെ മോളിക്കുലർ സ്ട്രക്ചർ വെച്ചിട്ടും അതുപോലെ അയൺസ് ആയിട്ട് ഇത് ബ്രേക്ക് ചെയ്തിട്ട് അതിന് എന്താണെന്നുള്ളത്, ഏതാണ് കൂടുതലുള്ളതെന്നുള്ളത് കൃത്യമായിട്ടുള്ള കിട്ടും. പച്ച മാത്രമല്ല, ഹരിതകം മാത്രമല്ല, വേറെ ഒരുപാടുണ്ട്. അപ്പൊ ഇതിൽ നമ്മൾ സാധാരണ GCയിൽ ചെയ്യുമ്പം ഒരു സ്റ്റേഷനറി ഫേസ് ഉണ്ട്, അതിൽ നിന്ന് അബ്സോർബ് ചെയ്തിട്ട് എല്യൂട്ട് ചെയ്ത് വരും. ഓരോ പീക്കായിട്ടാണ് നമ്മൾ ഡിറ്റക്ട് ചെയ്യുന്നത് ഇതിനെ, ഓരോ കമ്പോണന്റിനെയും. അപ്പൊ ഈ പീക്കായിട്ട് ഡിറ്റക്ട് ചെയ്യുമ്പോൾ ഇതിന്റെ അകത്ത് ഇന്റർഫിയർ ചെയ്യുന്ന അതർ കമ്പോണൻസ് കയറി വരും. അതുകൊണ്ടാണ് നമ്മൾ അത് എക്സ്ട്രാക്ട് ചെയ്യുമ്പോൾ ഇതെല്ലാം മാറ്റി ഓർഗാനിക് സോൾവെന്റ്സിൽ കഴിയുന്നതും ഇതിന്റെ മാത്രം വരുന്നത് പോലെ. എന്റെ പേര് ഡോക്ടർ ശൈലജകുമാരി എം. ഞാൻ ഈ പെസ്റ്റിസൈഡ് റെസിഡ്യൂ റിസർച്ച് ആൻഡ് അനലിറ്റിക്കൽ ലാബിന്റെ ചാർജുള്ളതാണ്. പ്രോജക്റ്റുമായിട്ട് ബന്ധപ്പെട്ട് വർക്ക് ചെയ്യുന്നു. എന്റെ സ്പെഷ്യലൈസേഷൻ സോയിൽ സയൻസ് ആൻഡ് അഗ്രികൾച്ചർ കെമിസ്ട്രിയാണ്. താങ്ക് യു. നമസ്കാരം. എന്താണിത്?
ഇത് ആസാമാളയാണ്. നമ്മൾ അടുക്കളയിലെ ജൈവമാലിന്യങ്ങൾ ഉപയോഗിച്ച് മത്സ്യങ്ങളെ വളർത്തുന്ന ഒരു സമ്പ്രദായമാണ്. എന്റെ പേര് ബിന്ദു. ഇവിടുത്തെ ജീവനക്കാരിയാണ്. പിന്നെ ഇത് ശരിക്കും വിൽപ്പനയ്ക്ക് വേണ്ടിയിട്ടുള്ളോ? ഇതിപ്പോ ഡിസ്പ്ലേക്ക് മാത്രമേ ഇട്ടിരിക്കുന്നു. എങ്ങനെ? ഡിസ്പ്ലേക്ക് കാണാൻ മാത്രം. നമ്മള് വിൽപ്പന കരിമീനും തിലാപ്പിയ അങ്ങനെയുള്ള മീൻ. അതിന്റെ കുഞ്ഞുങ്ങൾ അത് എത്ര രൂപ വില വരും? കരിമീന് 10 രൂപ തൊട്ട് വലിപ്പം അനുസരിച്ചാ. ചെറുതിന് 10 വലുതിന് 20. വലിപ്പം അനുസരിച്ച്. ഇത് ഈ വർണ്ണ മത്സ്യങ്ങളുണ്ടോ? ഓർണമെന്റൽ ഫിഷ് ഉണ്ട്. അതും വിൽപ്പനയ്ക്കുണ്ടോ? അതും വിൽപ്പനയ്ക്ക് ഉണ്ട്. അപ്പൊ ഇതെങ്ങനെ നമുക്ക് ഈ സബ്സിഡിക്ക് സർക്കാർ സബ്സിഡിക്ക് വല്ലതും എന്തെങ്കിലും കൊടുക്കും? അങ്ങനല്ല. അല്ല, ഇത് വിലക്കാണല്ല. വിലക്കാണ്. ഇത് ഗവൺമെന്റ് തന്നെ സ്ഥാപനം അല്ലേ? അതെ. ഓക്കെ. ഇതിപ്പോ ഈ ആസാമാളയൊന്നും ഒരിക്കലും വിൽപ്പനയ്ക്കല്ല, നമുക്ക് വിൽപ്പനയ്ക്കല്ല, ഡിസ്പ്ലേ അല്ലേ? ഓക്കെ. പിന്നെ നമ്മള് മഞ്ഞക്കൂരി അങ്ങനെയുള്ളതൊക്കെ ബ്രീഡ് ചെയ്ത് ഈ സീസണില് ബ്രീഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ബ്രീഡിംഗ് ഉണ്ട്. അതിപ്പോ ഈ മഴയുടെ സമയത്താ, ജൂൺ തൊട്ട് തുടങ്ങും. ജൂൺ സമയത്തല്ലേ? ഇവിടെ അടുത്ത് വലിയ കുളമുണ്ടോ? ഉണ്ട്. കുളത്തിലാണ് നമ്മൾ മീൻ ഇടുന്നത്. അവിടെ നമ്മൾ പിടിച്ചോണ്ട് വന്നാണ് ബ്രീഡിങ്ങിന്റെ സമയത്ത് ഇഞ്ചക്ട് ചെയ്യുന്നത്. ഇവിടുത്തെ ജീവനക്കാരി അല്ലേ? അതെ. എത്ര നാളെ ഇവിടെ ചെയ്യുന്നു? 10 വർഷമായി. 10 വർഷമായി. ഇതിന്റെ സെക്ഷനിലാണ്? ഈ സെക്ഷനിൽ. ഓക്കെ, താങ്ക് യു. വെൽക്കം. എന്ന് പറഞ്ഞ ഫിഷ് ഫീഡ്. മീനൂട്ട്. ഇത് നമുക്ക് ഇവിടെ വിൽപ്പനയുണ്ടോ? ഇവിടെ വിൽപ്പനയുണ്ട്. ആണോ? കിലോ 80 രൂപ. കിലോ 80 രൂപ. ഇതപ്പം മറ്റു കടകൾ വഴിയാണോ വിൽക്കുന്നത്? അത് അല്ല, നേരിട്ട് വിൽക്കുക. നേരിട്ട് ഇവിടെ വന്ന ആൾക്കാർ വാങ്ങിച്ചുകൊണ്ട് പോവാണ്. വേറെ കടകളിലില്ല. ഇതുവരെ അങ്ങനെ കൊണ്ടുപോയിട്ടില്ല. നമ്മൾ ഇവിടുന്ന് തന്നെ സെയിൽ നടത്തിക്കൊണ്ടിരിക്കും. ആൾക്കാർ ഇവിടെ വന്ന് വാങ്ങിച്ചോണ്ട് പോകും. കർഷകർ വന്ന് മേടിച്ചോണ്ട് പോകും. മാഡമാണ് ഇതൊക്കെ ഉണ്ടാക്കുന്നത്, ഇത് ചെയ്യുന്ന ആളല്ലേ? ഓക്കെ. ചെറിയ സൈസിന് പറ്റത്തില്ല. ഇത് സിങ്കിങ് ഫീഡാണ്. അത് കരിമീന് അങ്ങനെയുള്ള, ഇത് കരിമീന് തിലാപ്പി അങ്ങനെയുള്ള മീനുകൾക്ക്. ഇതിനകത്ത് തവിടുണ്ട്, പിന്നാക്ക്, മീൻപൊടി, മൈദ, പിന്നെ മിനറൽ മിക്സ്. ഇത് കൗണ്ടറിൽ. ഇതിപ്പം വലിയ മീനുകൾക്കും ചെറിയ മീനുകൾക്കും ഇത് തന്നെയാണോ? ഇതിന്റെ കുഞ്ഞുങ്ങൾക്ക്, വലിയ മീനിന്റെ കുഞ്ഞുങ്ങൾക്ക് മാത്രം. ഓർണമെന്റൽ ഫിഷിന് ഇത് പറ്റത്തില്ല. എന്നുവെച്ചാൽ നമുക്ക് അത് ഫ്ലോട്ടിങ്, ഇത് സിങ്കിങ് ഫീഡാണ്. ഫ്ലോട്ടിങ് ആണല്ലോ, നമുക്ക് അതിന് കൊടുക്കാൻ പറ്റും. അതില്ല. ചെറിയ മീനുകൾക്കുള്ള ഇല്ല. ശരി. ഓക്കെ.
ഈ സാറ് എന്റെ സഹോദരനാണ്. സഹോദരൻ പറഞ്ഞാല് രക്തബന്ധമൊന്നുമില്ല, ഞങ്ങള് കൂട്ടുകാരാണ്. സാറ് ഇവിടുത്തെ കാര്യങ്ങൾ അറേഞ്ച് ചെയ്യുന്നതാണ്. അവിടുത്തെ കാര്യങ്ങളും ഇപ്പം RIRS കാര്യങ്ങളും ഇവിടുത്തെ കാര്യവും സാറ് അറേഞ്ച് ചെയ്യുന്നത്. സാറിന്റെ പേര് ഡോക്ടർ മാനുവൽ അലക്സ്. സാറ് ഇവിടെ ഹോർട്ടിക്കൾച്ചറിസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നത്. നമ്മുടെ അവിടുത്തെ റിൻസി സാറുണ്ടല്ലോ, റിൻസി സാറിന്റെ കണക്ക് സാറാ ഇവിടുത്തെ ഹോർട്ടിക്കൾച്ചറായിട്ട് വർക്ക് ചെയ്യുന്നത്. സാറാ ഇവിടുത്തെ അറിഞ്ഞ ഫുഡിന്റെ കാര്യങ്ങളെല്ലാം സാറാ ഇവിടുത്തെ ഹെഡ് ഇല്ല, ഹെഡ് ഒരു ടൂറിന് പോയിരിക്കുക, തിരുവല്ലക്കാരിയാണ്. പിന്നെ ഇവരെല്ലാരും സ്റ്റാഫാ, സാറ് പരിചയപ്പെടുത്തും. ഇവിടെ നമുക്കൊരു 10 മിനിറ്റ് മാക്സിമം ഉള്ളു. ഇവിടെ എല്ലാം ഒന്ന് കറങ്ങി കാണുക. ഇവിടെ എല്ലാം കുറെ വെള്ളക്കെട്ടൊക്കെ ഉണ്ട്, കറങ്ങി കാണുക. കറങ്ങി കണ്ടതിന് ശേഷം അപ്പുറത്ത് ഫുഡുണ്ട്, ഫുഡ് അറേഞ്ച് ചെയ്യും. ഹോട്ടലില്ല, അവിടെ പോയിട്ട് വേണം നമുക്ക് ബോട്ടിങ്ങിന്. സാർ ഇവിടുത്തെ കാര്യങ്ങൾ ഓടിച്ചെന്ന് പറഞ്ഞു. എല്ലാവർക്കും സ്വാഗതം. നമ്മള് കൃഷി വിജ്ഞാന കേന്ദ്രം കോട്ടയം നിങ്ങളുടെ ഇതുപോലെ തന്നെ വേറെ ഇവിടുത്തെ സാഹചര്യങ്ങൾക്ക് അനുസരിച്ചുള്ള പ്രവർത്തനങ്ങൾ, ഫിഷറീസ്, നെൽകൃഷി, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് കൂടുതലുള്ളത്. സമയം അധികമില്ല, അതുകൊണ്ട് ഞാൻ ഇവിടെ ഉള്ള ആൾക്കാരെ ഒന്ന് പരിചയപ്പെടുത്താണ്. ഇപ്പോൾ ഹെഡ് പോയ സ്ഥിതിക്ക് ഇവിടുത്തെ ഏറ്റവും സീനിയർ മോസ്റ്റ് ആയിട്ടുള്ള ടീച്ചർ സ്മിത ടീച്ചറാണ്. എന്റമോളജിയിലെ പ്രൊഫസറാണ് ഡോക്ടർ സ്മിത രവി. അതുപോലെ ഇത് സോയിൽ സയൻസിന്റെ ടീച്ചറാണ് ക്രിസ് ജോസഫ്. അതുപോലെ ഇത് ഡോക്ടർ റോഷൻ ഫിഷറീസിന്റെ സയന്റിസ്റ്റ് ആണ്. അപ്പൊ ഇവിടെ എപ്പോഴും ഫിഷറീസിന്റെ ഒരാൾ ഉണ്ടാവും. അപ്പൊ അങ്ങനെയുള്ള ഈ ഇവിടുത്തെ ലാൻഡ് പാറ്റേൺ, ക്ലൈമറ്റും ഒക്കെ അനുസരിച്ചിട്ടുള്ള നിങ്ങളുടെ ഇത് കുറച്ച് വ്യത്യാസമുണ്ട്. അപ്പൊ അതിനനുസരിച്ചുള്ള കൃഷി രീതികളും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ ഉള്ളത്. പിന്നെ ഇവിടെ നിങ്ങളുടെ ജില്ലയായിട്ടൊരു കണക്ഷൻ പറയാനുള്ളത്, നിങ്ങളുടെ അവിടെ ഉണ്ടാവുന്നതിലും നല്ല ഭംഗിയായിട്ട് ഇവിടെ ഒരു ഫ്രൂട്ട് ക്രോപ്പ് ഉണ്ടാവും. നിങ്ങളുടെ അവിടെ ഉണ്ട് മാംഗോസ്റ്റീൻ. അത് ഈ മണ്ണ് അതിന് കൊള്ളില്ല എന്നാണ് ഒരു ധാരണ ജനറലായിട്ട്, വെള്ളക്കെട്ടുമൊക്കെ. പക്ഷെ അവിടെ ഉണ്ടാവുന്നതിനും ഭംഗിയായിട്ട് ഇവിടെ ഉണ്ടാവും. ഈ മരം എന്നൊക്കെ നിറയെ കായുണ്ട്. നിങ്ങൾ അതിന്റെ കീഴേ പോയി മുകളിലോട്ട് നോക്കിയാലേ കാണുള്ളൂ. കണ്ടാൽ മതി. ഓക്കെ, അപ്പൊ എല്ലാവരും വന്നതിൽ വളരെ സന്തോഷം. ടീച്ചർമാർ കൊണ്ടും പറയാം. എനിക്കും അവിടെ പത്തനംതിട്ട ജില്ലയായിട്ടൊരു കണക്ഷൻ. ഹസ്ബൻഡ് വീട് അവിടെയാ, തിരുവല്ലയില്. ഞാനും മനോൽ സാറും ക്ലാസ്മേറ്റ്സ് ആണ്. ഇറങ്ങാൻ ഇപ്പോഴേ മാനുവൽ സാറിനോടെയും KVKയോടെയുള്ള നന്ദി അറിയിച്ചു.